നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് പണം തരുന്നതിന് പകരമായി ഞാനെന്താ ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഞാനിട്ട ചൂണ്ടയില് ഇര വന്ന് കൊത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇരതാ വന്നു കഴിഞ്ഞു. ഓ ഇവൻ പണത്തിന് ആർത്തിയുള്ളവനാ. പണത്തിന് വേണ്ടി എന്തും ചെയ്യും, എന്തും. സെക്രട്ടറി സാറ് കാറിൽ തന്നെ ഇരുന്നാൽ മതി. പേടിക്കണ്ട, പ്രശ്നം ഉണ്ടാക്കാനൊന്നും അല്ല വിളിച്ചത്. പ്രകാശന്റെ പേരിൽ ക്യാഷ് അയച്ചെന്നത് ഞാനാ. എന്തിന്? ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ആവശ്യപ്പെടാതെ തന്നെ ക്യാഷ് അയച്ചു തരുന്നവനാ ഈ സാഗർ. വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാഗർ എന്തിനാ എന്റെ പേരിൽ പണം അയച്ചത്? എന്തായാലും പ്രകാശം പണം സ്വീകരിച്ചല്ലോ. പണത്തെ ചൊല്ലി പ്രതികൂലമായ പ്രതികരണമൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. അതിന്റെ അർത്ഥം പണം എത്ര കിട്ടിയാലും സ്വീകരിച്ചോളാന്നല്ലേ? അത് എന്താ, നമുക്ക് സുഹൃത്തുക്കളായി മുന്നോട്ട് വയ്ക്കൂടെ? എന്തിന്? നിങ്ങൾക്ക് ആവശ്യം പണം, എനിക്കാവശ്യം ചില ചെറിയ സഹായങ്ങൾ. പ്രകാശ് വിചാരിച്ച അത് നിഷ്പ്രയാസം ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോ പ്രകാശിന് താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. രാജീവന്റെ സ്വത്തിനെ ചൊല്ലിയും പിന്നെ ദിയമോൾക്ക് വേണ്ടിയും നമ്മൾ തമ്മിൽ വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പ്രകാശ് മറക്കണം. അതായത് യാതൊരു ശത്രുത ഇല്ലാതെ വേണം ഇനിയുള്ള നമ്മുടെ ഡീലിംഗ്സ് ഒക്കെ. ഓക്കെ? വന്ദനയ്ക്ക് എഴുതി വെച്ച രാജീവന്റെ സ്വത്തൊക്കെ അവൾ രാഖിയുടെ പേരിൽ മടക്കി കൊടുത്തു. അതിന്റെ പേരിൽ നിങ്ങൾക്ക് വന്ദനയോട് കടുത്ത വിദ്വേഷമുണ്ട്, ശരിയല്ലേ? ശരിയാണ്. ഒരു പെൺകൊച്ചിന് വേണ്ടി കോടിക്കണക്കിന് സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തിയത് തികഞ്ഞ തോന്നിവാസവും ധിക്കാരവുമായി പോയി. അതിലെനിക്ക് അവളോട് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ സ്വന്തം പെങ്ങളായി പോയില്ലേ, എല്ലാം ഉള്ളിലൊതുക്കാനല്ലേ പറ്റൂ. മതി, ഉള്ളിലൊതുക്കിയാ മതി. വന്ദനയ്ക്കെതിരായുള്ള കരുനീക്കങ്ങൾ അണ്ടർഗ്രൗണ്ടിലൂടെ ചെയ്താൽ മതി. പ്രകാശിന് പണം കിട്ടിക്കൊണ്ടേയിരിക്കും. സാഗർ ഇതുവരെ കാര്യം പറഞ്ഞില്ല. എനിക്ക് പണം തരുന്നതിന് പകരമായി ഞാനെന്താ ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ദിയമോളെ രാഖിക്ക് വിട്ടുകൊടുക്കണം. രണ്ട്, വന്ദന പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതി അവളെ കൊണ്ട് പിൻവലിപ്പിക്കുകയും വേണം. നിയമപ്രകാരം ദിയമോളിപ്പോ വന്ദനയുടെ മകളല്ലേ? അതെ. ദിയമോള് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് പ്രകാശിന് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. അവളെ അവിടുന്ന് തുടച്ചു മാറ്റാനും ദിയെ രാഖിക്ക് സ്വന്തമാക്കാനും ഒരു വഴിയുണ്ട്. എന്തു വഴി? നിയമത്തിന്റെ പഴുതു വെച്ചിട്ടുള്ള ഒരു കളിയാ ഞാൻ കളിക്കാൻ പോകുന്നത്. എന്താ, വന്ദനയുടെ കയ്യിൽ നിന്നും ദിയമോളെ ഞങ്ങൾക്ക് കിട്ടുന്നതില് പ്രകാശിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പോ? രണ്ട് മാരണം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയാണ് എനിക്ക്. ഓക്കെ ഓക്കെ, എനിക്കും ഈ ദിയമോള് മാരണം തന്നെയാണ് പ്രകാശ്. എന്റെ ഭാര്യ രാഖിയെ ദിയെ ഒരു ദൗർബല്യമായി പിടികൂടിയിരിക്കുക. അതുകൊണ്ടാ ദിയയ്ക്ക് വേണ്ടി ഞാൻ രംഗത്തിറങ്ങിയത്. ദിയമോളെ രാഖിക്ക് കിട്ടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പ്രകാശ് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. രാജീവന്റെ കൊലപാതകം അന്വേഷിക്കണമെന്നും പറഞ്ഞ് വന്ദന സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതി അത് എന്നെ പോലുള്ള ചില നിരപരാധികൾക്ക്
കടുത്ത തലവേദന തന്നെ ഉണ്ടാക്കുന്നുണ്ട്. സഹോദരിക്ക് അളവിൽ കവിഞ്ഞ പ്രൊട്ടക്ഷനും സ്നേഹവും നൽകി തന്ത്രപരമായി പെരുമാറിയാൽ വന്ദനയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പ്രകാശിന് കഴിയും. പ്രകാശിനെ കഴിയൂ. അങ്ങനെ ആ കേസ് വന്ദനെ കൊണ്ട് പിൻവലിപ്പിച്ചിരിക്കണം. വെറുതെ വേണ്ട, പ്രകാശിന് ലക്ഷങ്ങൾ കയ്യിൽ വരും. എന്തു പറയുന്നു? പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റില്ലെന്നറിയാം. ശരിക്ക് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. പെങ്ങളോടുള്ള ഏട്ടന്റെ കടമയാണിത്. ആ കുട്ടി വന്ദനയുടെ ഭാവി ജീവിതത്തിന് എന്നും ഒരു വിലങ്ങുതടിയാ. അതുപോലെ രാജീവന്റെ ഓർമ്മകൾക്കും. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ശരി. പ്രകാശ്, അതെ. രൂപയും കൂടെ അയച്ചിട്ടുണ്ട്. സെക്രട്ടറി സാർ, ഇത് കുറുപ്പ് സാറിന്റെ പാർട്ടി സെക്രട്ടറി. അറിയാം, പത്രത്തിലും ടിവിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയാണ് പ്രകാശ് സാറുമായി അടുക്കാൻ പോകുന്നത്. പ്രകാശ് വയ്ക്കോ, എന്ത് സഹായത്തിനും എന്നെ വിളിക്കാം. താങ്ക് യു സാർ. ശരി എന്നാ. പണിയേറ്റു. 20,000 രൂപ കൂടി വന്നിരിക്കുന്നു. നമ്മളെ ചികിത്സിച്ച് സുഖപ്പെടുത്താം. പ്രകാശേട്ടന്റെ അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയും ഒക്കെ എങ്ങനെയും പരിഹരിച്ചെടുക്കാം. പക്ഷെ എങ്ങനെ രക്ഷപ്പെടുത്തും? വന്ദനമ്മേ, ഒന്നെങ്കിൽ എനിക്ക് കഥ പറഞ്ഞ, അല്ലെങ്കിൽ എന്റെ കൂടെ കളിക്കാൻ വാ പ്ലീസ്. എനിക്ക് ബോറടിക്കുന്നു വന്ദനമ്മേ. മോളെ, അമ്മയ്ക്ക് തലവേദന എടുക്കുന്നു. ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ. തലവേദനയ്ക്കുള്ള മരുന്ന് ഞാൻ പരട്ടി തരാം. ഒരു ഡോക്ടർമ്മ വന്നിരിക്കുന്നു. മോള് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.